എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഏത് വിധേനയും ശരീരഭാരം കുറയ്ക്കാനായി കാണുന്ന ഏത് വിദ്യയും പ്രയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇഷ്ടഭക്ഷണങ്ങൾ ഒഴിവാക്കിയും ഭക്ഷണക്രമത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തിയും വ്യായാമങ്ങൾ പലതും മാറി മാറി ചെയ്തും അങ്ങനെ എത്രയെത്ര പരീക്ഷണങ്ങൾ. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഇത്തരക്കാരിൽ ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഇനി വേറെ പരീക്ഷണങ്ങൾക്കൊന്നും പോകണ്ട. ദിവസവും ജീരക വെള്ളം കുടിച്ചാൽ മതി. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ഈ ചെറിയ കറിക്കൂട്ടിൽ ഏറ്റവും മികച്ച ഔഷധങ്ങളാണ് പതിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പലതരം ആന്റി ഓക്സിഡന്റുകളും ഒട്ടനവധി പോഷക ഗുണങ്ങളും എല്ലാം ഈ ചെറിയ വിത്തുകളിൽ കുടികൊള്ളുന്നുണ്ട്. മറ്റുള്ള വിദ്യകളെ പോലെ കാര്യമായ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാത്ത സമീപനങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വിദ്യ എളുപ്പത്തിൽ പരീക്ഷിക്കാവുന്നതുമാണ്. ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും മികച്ചതാണ് നമ്മുടെ ജീരക വെള്ളം. രാത്രി മുഴുവൻ കുതിർത്ത ജീരകം വെള്ളത്തോടൊപ്പം രാവിലെ കുടിക്കുന്നത് വീക്കം കുറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക തുടങ്ങിയ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ജീരക വെള്ളം നൽകുന്നുണ്ട്. DKയുടെ ഹീലിംഗ് ഫുഡ്സ് എന്ന ഒരു പുസ്തകമനുസരിച്ച് ജീരകം ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ്. കൂടാതെ ആന്റി ബാക്ടീരിയൽ, ആന്റിസെപ്റ്റിക് എന്നിവയും ഇതിലുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ജീരക വെള്ളത്തിന് സാധിക്കും. വയറുവേദന, മലബന്ധം അല്ലെങ്കിൽ ഓക്കാനം എന്നിവ ഇത് തടയും. ജീരകത്തിലെ തൈമോൾ എന്ന സംയുക്തത്തിന് ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുവാനും അതുവഴി ദഹനം വർദ്ധിപ്പിക്കാനും കഴിയുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സുഗമമായ ദഹനം വയറുവേദനയെ അകറ്റി നിർത്താനും ദീർഘകാലാടിസ്ഥാനത്തിൽ ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. ജീരകം ഒരു ഊർജ ബൂസ്റ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ. മാത്രമല്ല ഇത് ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതിനാൽ കലോറി എരിക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ജീരക വെള്ളം വളരെയധികം ഗുണം ചെയ്യുമെന്ന് ന്യൂട്രീഷനിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. ജീരക വെള്ളത്തിൽ കാലറി വളരെ കുറവാണ്. 1 ടീസ്പൂൺ ജീരകത്തിൽ 7 മുതൽ 8 വരെ കാലറി മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ജീരക വെള്ളത്തിൽ തൈമോക്വിനോൺ എന്ന ശക്തമായ രാസസംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് കരളിനെ വീക്കത്തിൽ നിന്ന് സംരക്ഷിക്കുകയും കരളിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ജീരക വെള്ളത്തിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ വയറുവേദന പോലുള്ള മറ്റ് അവസ്ഥകളുമായി ബന്ധപ്പെട്ട വേദന എന്നിവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. പല രീതിയിൽ നമുക്കിത് ഇൻടേക്ക് ചെയ്യാം. എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ 2 സ്പൂൺ ജീരകം കുതിർക്കാനായി 1 കപ്പ് വെള്ളത്തിലിട്ട് രാത്രി മുഴുവൻ വയ്ക്കുക. രാവിലെ എഴുന്നേറ്റ ശേഷം ഒരു ഇളം മഞ്ഞ നിറമുള്ള ഒരു വെള്ളമായിരിക്കും നമുക്ക് ലഭിക്കുക. അത് നിങ്ങൾ കുടിക്കുക. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളത്തിലിട്ട് രാത്രി മുഴുവൻ കുതിരാൻ വെക്കുക. രാവിലെ ഇതിനകത്തേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അത് അരിച്ചെടുത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചാറ്റി കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലും വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീരകം ചേർക്കാവുന്നതാണ്. ജീരക വെള്ളത്തിന് ഇളം മഞ്ഞ നിറം ലഭിക്കുമ്പോഴാണ് ഇത് കുടിക്കാൻ പാകം ആകുന്നത്. ജീരകത്തിന്റെ രുചിയും മണവും ഒപ്പം ഈ മുഴുവൻ പോഷകങ്ങളും അപ്പോഴേക്കും ഈ വെള്ളം അതിലേക്ക് അലിയിച്ച് ചേർത്തിട്ടുണ്ടാകും. ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തിയിട്ട ജീരകം അത് കുടിക്കുന്ന വ്യക്തിക്ക് വളരെ ഗുണപ്രദമായ പോഷകങ്ങളായിരിക്കും പകർന്നു നൽകുന്നത്. ജീരകം കൂടുതൽ സമയം വെള്ളത്തിൽ കിടക്കും തോറും ഈ വിത്തുകൾ അതിനുള്ളിലെ എല്ലാ പോഷകങ്ങളെയും വെള്ളത്തിലേക്ക് അലിയിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരാളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും അധികം സഹായിക്കും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീരകം നമ്മുടെ ശരീരത്തിന് ചൂടാണ്. അതുകൊണ്ട് ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ ജീരകവെള്ളം അധികം കുടിക്കുന്നത് ചിലപ്പോൾ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒന്നും നമ്മൾ പ്രകൃതത്വമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ എന്ത് കാര്യവും നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ വണ്ണം കൂട്ടാനാണെങ്കിലും വണ്ണം കുറയ്ക്കാനാണെങ്കിലും അല്ല സാധാരണയൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഡോക്ടേഴ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരെന്താണ് പറയുന്നത് അനുസരിച്ച് മാത്രം ചെയ്യുക. ജീരകമാണ് എല്ലാവരുടെയും വീട്ടിൽ സുലഭമാണ് എന്ന് കരുതി എടുത്ത് കുടിച്ചേക്കരുത്. കാരണം ഞാൻ എടുത്തു പറയുന്നു, ജീരകം നമ്മുടെ ശരീരത്തിന് ചൂട് നൽകുന്ന ഒന്നാണ്. അപ്പോൾ ചിലപ്പം യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള ഒന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും അടിവയറ്റിൽ നിന്ന് വേദന തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാത്തവർക്ക് തീർച്ചയായും എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ജീരകവെള്ളം. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെൽത്ത് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും ഇത് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഹാപ്പിയായും സേഫായും ഇരിക്കുക. ടാറ്റാ, ബൈ.